അബൂ സുഫിയാൻ വിജയം ആഘോഷിക്കുകയാണ്. അയാളെന്ന് വിളിച്ചു ചോദിച്ചു. നമുക്ക് സഹീഹ് ബുഖാരിയിൽ ആ സംഭവം നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും കൂടി നിൽക്കുകയാണ് സ്വഹാബിമാര്. ആ അവസരത്തിൽ വിജയിച്ചു എന്ന വിജയവേദിയും മുഴക്കി അബൂ സുഫിയാൻ ചോദിക്കുകയാണ്, അഫിൽ ഖൗമി മുഹമ്മദ്, എവിടെ പോയടാ മുഹമ്മദ്? എവിടെ പോയി മുഹമ്മദ്? മുഹമ്മദ് ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? ഒരു തവണയല്ല ചോദിച്ചത്, 3 തവണ ആവർത്തിച്ചു. അബൂ സുഫിയാൻ ഇങ്ങനെ ചോദിക്കാൻ, നിങ്ങൾ പറയില്ലേ, ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങണ, വാ ഇങ്ങോട്ട്, ജീവിച്ചിരിപ്പുണ്ടോ, ഉണ്ടെങ്കിൽ കാണട്ടെ എന്നിങ്ങനെ വിഷമത്തിലിരിക്കുന്ന നബിയും സഹാബത്തിനെയും കൂടുതൽ വിഷമിപ്പിക്കുമാർ അബൂ സുഫിയാൻ ചോദിക്കാൻ, അഫിൽ ഖൗമി മുഹമ്മദ്, എവിടെ പോയി മുഹമ്മദ്? മുഹമ്മദുണ്ടോ? മുഹമ്മദുണ്ടോ? മുഹമ്മദുണ്ടോ എന്നാണ് അബൂ സുഫിയാന്റെ ചോദ്യം. സഹാബത്തിന് ഇങ്ങനെ ആവേശം കൊള്ളുകയാണ്, മറുപടി പറയാൻ, ഉണ്ടടാ എന്ന് പറയാൻ ആവേശത്തോടെ സഹാബിമാർ വരുന്നുണ്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തടഞ്ഞു. അന്നുജീബുഹു, അതൊന്നും മറുപടി കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അതിന് മറുപടി കൊടുക്കണ്ട എന്ന് പറഞ്ഞ് അവരെ തടഞ്ഞു. സുമ്മഖാല, രണ്ടാമത് അബൂ സുഫിയാന്റെ ചോദ്യം, അഫീ ഖൗമി ഇബ്നു അബീ ഖുഹാഫ, അബൂ ഖുഹാഫയുടെ മോനുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. അബൂബക്കറുണ്ടോ? ഇറങ്ങ്, അബൂ ഖുഹാഫയുടെ മോനുണ്ടോ അവിടെ? കാണട്ടെ. 3 തവണ. ആ സമയത്തും സഹാബത്ത് ചാടി എഴുന്നേറ്റ് മറുപടി പറയാനൊരുമ്പോഴേക്ക് അല്ലാഹുവിന്റെ റസൂൽ തടയുന്നു. ലാ തുജീബൂഹു, മറുപടി കൊടുക്കണ്ട. അതൊക്കെ വ്യക്തിപരമാണ്, മറുപടി കൊടുക്കണ്ട, അതിനൊന്നും മറുപടി കൊടുക്കണ്ട. അപ്പൊ ധിക്കാരത്തോടെ അബൂ സുഫിയാന്റെ അടുത്ത ചോദ്യം, അഫീൽ ഖൗമി ഇബ്നുൽ ഖത്താബ്, എവിടാ ഖത്താബിന്റെ മോൻ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദിച്ചിട്ട് വ്യക്തിപരമായി വെല്ലുവിളിച്ചു. ഫഖാല, ആരുമുണ്ടെന്നത് അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കരുത് പറഞ്ഞു, മിണ്ടണ്ട. അപ്പോ അവൻ സ്വയം ഇങ്ങനെ പറയാൻ പരിഹസിക്കാണ്, ഇന്ന ഹൗലാഇ റജുലു, എല്ലാവരും കഴിയേണ്ടിയിരിക്കുന്നു, ഇവരൊക്കെ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതല്ല ഫലൗ കാനൂ അഹ്യാൻ, ജീവനുണ്ടെങ്കിൽ, അവർക്കൊക്കെ ജീവനുണ്ടായിരുന്നുവെങ്കിൽ ലാജാബു, ഒരു മറുപടി പറയണ്ടേ എന്നിങ്ങനെ രോഷം ക്ഷളപ്പിക്കുന്ന വർത്താനം പറഞ്ഞ് അവനിങ്ങനെ ചാടിപ്പിമർത്ത് ആസ്വദിക്കും. സഹികെട്ടു. ആർക്കാ സ്വാഭാവികമായി സഹികളുടെ കൂട്ടത്തിൽ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഫലം യംലിക് ഉമറു നഫ്സഹു, ഇതും കൂടെ കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന് നിയന്ത്രണം വിട്ടുപോയി, നിയന്ത്രിക്കാനായില്ല. ഫഖാല, അദ്ദേഹം ഉടനെ പറഞ്ഞു, കസബ്ത യാ അദുവല്ലാഹ്, യാ അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രു, നീ കളവാണ് പറഞ്ഞത്. അബ്ഖല്ലാഹു അലൈക മാ യുഖ്സീക, നിനക്ക് നിന്ദത വരുത്തുന്ന നിലക്ക് അല്ലാഹു അവരെയൊക്കെ ബാക്കിയാക്കിയിട്ടുണ്ട്. നീ നിന്ദനാകും, ഈ പറഞ്ഞവരൊക്കെ ബാക്കിയാണ്. ഇന്നല്ലദീന അദത്ത ലഹിയാഉൻ കുല്ലുഹും, നീ എണ്ണിയ 3 ആളുകളും ഇവിടെ ഹയാത്തിലുണ്ടടാ. അവര് 3 ആളും ഹയാത്തിലുണ്ട്. അള്ള നിന്നെ നിന്ദിക്കുന്ന നിലക്ക് നിന്റെ ആഗ്രഹം നടപ്പില്ലാതെ പോകുന്നു. ഇതാ അവരെയൊക്കെ ഇവിടെ ബാക്കിയാക്കിയിട്ടുണ്ട്, നീ നിന്ദനാകും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ, നിനക്ക് വേണ്ടി ബാക്കി തന്നെയാണ് നിന്നെ നിന്ദിപ്പിക്കുന്ന, നിന്നെ പ്രയാസപ്പെടുത്തുന്ന ഇവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നീ വിഷമിക്കൊന്നും വേണ്ട, നെഗലിപ്പൊക്കെ അവിടെ വെക്കട്ടെ എന്നിവിടുന്ന് മറുപടി പറഞ്ഞു. അപ്പൊ അബൂ സുഫിയാൻ അവിടുന്ന് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, ബദറിന് ഞങ്ങളെ തോൽപ്പിച്ചതിനാ ഞങ്ങൾ പകരം കിട്ടിയിരിക്കുന്നു. ഇത് ബദറിന് പകരമാണ്, പിടിച്ചോ, ബദറിന് പകരമാണിത്, പിടിച്ചോ എന്ന് പറഞ്ഞ അബൂ സുഫിയാൻ അവിടെ നിന്ന് വെല്ലുവിളിയുടെ സ്വരത്തിൽ പിന്നെയും പറഞ്ഞു, വൽ ഹർബു സിജാൽ, ഇപ്പൊ യുദ്ധം സമാസമമായിട്ട് നിൽക്കാൻ. ഞങ്ങൾ ബദറിൽ തോറ്റു, നിങ്ങൾ ജയിച്ചു. ഇപ്പൊ നിങ്ങൾ ബദറിൽ തോറ്റു, ഇപ്പൊ ഞങ്ങൾ ജയിച്ചു. ഇപ്പൊ സമായിട്ട് നിൽക്കുന്നു. ഇന്നകും സതജിദൂന ഫിൽ ഖൗമി മുസ്ലിഹ, നിങ്ങൾ നിങ്ങളുടെ ആളുകളുടെ കൂട്ടത്തിൽ കുറെ ആളുകളുടെ ശരീരത്തെ വികൃതമാക്കിയത് നിങ്ങൾ കാണും. പക്ഷേ ഞാനത് കൽപ്പിച്ചിട്ടൊന്നുമില്ല.
ഞാൻ പറഞ്ഞിട്ട് ചെയ്തതല്ല, ആളുകളുടെ രോഷം തീർത്തതാണ് എന്ന് അബൂ സുഫിയാൻ വിളിച്ചു പറഞ്ഞു. ഒലം പ്രസൂരി, ആളുകളെ ചെയ്തതിന്റെ പേരിൽ എനിക്കൊരു സങ്കടം തോന്നുന്നില്ല. ഞാൻ പറഞ്ഞിട്ടല്ലെങ്കിലും ഞാനത് അവരോട് പറഞ്ഞിട്ടില്ല. കണ്ണും കാതും മൂക്കൊക്കെ കുടിക്കാനും നികൃതമാക്കാനും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ ചെയ്തതിന്റെ പേരിൽ എനിക്ക് സങ്കടമില്ല. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറെ ആൾക്കാർ, ഇപ്പൊ 70 ആൾക്കാർ ബദറിൽ കൊല്ലപ്പെട്ടു. ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ 70 കൊല്ലപ്പെട്ടു. അങ്ങനെ സമമായിട്ട് നമ്മൾ 2 യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും സമാനമായിട്ട് നിൽക്കേനി. ആ അവസരത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, അല്ല, സമമാണെന്നത് നിന്റെ ധാരണയാണ്, സമമല്ല. ലാ സവാഉൻ ഖത്ലാനാ ഫിൽ ജന്ന വഖത്ലാകും ഫിന്നാർ. സുബ്ഹാനല്ലാഹ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെ ബോധ്യപ്പെടുത്തി, അബൂ സുഫിയാൻ നിനക്ക് തെറ്റിപ്പോയി. നീ എന്താ പറഞ്ഞത്? ഞങ്ങളെ പോയി എന്നല്ലേ? ഞങ്ങളുടെ ഏവരും നിങ്ങളുടെ ഏവരും സമമല്ല. ലാ ഖത്ലാന ലാ സവാ, അത് സമമാണെന്ന് നീ ധരിച്ചു പോകരുത്. ഖത്ലാനാ ഫിൽ ജന്ന, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കൊല്ലപ്പെട്ടവർ മുഴുവനും സ്വർഗ്ഗത്തിലാണ്. വഖത്ലാകും ഫിന്നാർ, നിങ്ങളുടെ കൂട്ടത്തിൽ വധിക്കപ്പെട്ടവരൊക്കെ നരകത്തിലുമാണ്, സമാണെന്ന് നീ പറയണ്ട. ആ സമയത്ത് ഇതും കൂടി കേട്ട് അബൂ സുഫിയാൻ ഇങ്ങനെ വിറകൊള്ളാണ്. എന്നിങ്ങനെ ആവേശം കൊണ്ട് നേരത്തെ ഓരോരുത്തരുടെ പേര് പറഞ്ഞ് എന്തെങ്കിലും അറിയണ്ട എന്നൊക്കെ പറഞ്ഞ് വ്യക്തിപരമായിട്ട് കുറെ പറഞ്ഞല്ലോ. അപ്പോഴൊക്കെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉണ്ടണ്ട, മറുപടി പറയണ്ട. കുറച്ചു കഴിഞ്ഞപ്പോ അബൂ സുഫിയാൻ പറയാൻ തുടങ്ങി. പിന്നെ അബൂ സുഫിയാൻ ഇങ്ങനെ മുദ്രാവാക്യം കേൾക്കാൻ തുടങ്ങി. ഹുബിൽ ജയിക്കട്ടെ, ഹുബിൽ സിന്ദാബാദ്. അവര് വിളിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹം ഹുബില്. ആ ഹുബിൽ ജയിക്കട്ടെ, ഹുബിലെ നീ ഉയരുക, നീ വളരുക എന്നിങ്ങനെ അബൂ സുഫിയാൻ പറയുന്നു, വിളിച്ചു പറയുക. فقال النبي صلى الله عليه وسلم, അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സഹാബിമാരോട് അഫിൽ ഖൗമി മുഹമ്മദ് എന്ന് ചോദിച്ചപ്പോ നബിതങ്ങൾ പറഞ്ഞു, മിണ്ടണ്ട. എവിടെ പോയി അബൂ ഖഹാഫയുടെ മോൻ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, മിണ്ടണ്ട. എവിടെടാ ഖത്താബിന്റെ മോൻ എന്ന് വെല്ലുവിളിച്ചപ്പോ പറഞ്ഞു, മിണ്ടണ്ട, മറുപടി പറയണ്ട. എന്നാൽ ഈ വാക്കെന്ന് കേട്ടപ്പോൾ ഹുബിലെ നീ ജയിച്ചു, നീ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആദർശപരമായി തൗഹീദിൽ തൊട്ടുകൊണ്ട് ശ്രദ്ധിച്ചപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോട് ചോദിച്ചു, അല്ലാ തുജീബൂഹു, കൊടുക്കണം മറുപടി, കൊടുക്കും മറുപടി. അതിനാ മറുപടി കൊടുക്കേണ്ടത്, അതിനാണ് മറുപടി കൊടുക്കേണ്ടത്. കൊടുക്കുന്നില്ലേ അവന് മറുപടി? സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ നഖൂൽ, എന്താ ഞങ്ങൾ മറുപടി കൊടുക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലൂ, മറുപടി കൊടുക്കുക, അല്ലാഹു അഅ്ലാ വഅജൽ, ഹുബിലല്ല ഉയർന്നത്, അല്ലാഹുവാണ് ഏറ്റവും ഉന്നതൻ, അല്ലാഹുവാണ് അജൽ, അല്ലാഹുവാണ് ഏറ്റവും മഹാൻ, അല്ലാഹുവാണ് ഏറ്റവും മഹാൻ, അല്ലാഹുവാണ് ഏറ്റവും മഹാൻ. ആ മറുപടി കൊടുക്കൂ. മറുപടി കൊടുത്തു. അവിടെ ഞങ്ങളുടെ അടുത്ത വാക്ക്, ഇന്നലനൽ ഉസ്സാ വലാ ഉസ്സാ ലക്കും, ഞങ്ങൾക്ക് ഉസ്സാ എന്ന് പറയുന്ന ഒരു ദേവനുണ്ട്, ഞങ്ങൾക്ക് ഇസ്സത്തുണ്ട്, അത് മുഖേന ഞങ്ങൾക്ക് ഇസ്സത്തുണ്ട്. വലാ ഉസ്സാ ലക്കും, നിങ്ങൾക്ക് ഇസ്സയില്ല, നിങ്ങൾക്ക് ഉസ്സയില്ല. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാ തുജീബൂ ലഹു, അതിനും കൊടുക്കും മറുപടി, അതിനും മറുപടി കൊടുക്കേ. സഹാബത്ത് ചോദിച്ചു, മാ നഖൂലു യാ റസൂലല്ലാഹ്, മാ നഖൂൽ, എന്താ ഞങ്ങൾ പറയേണ്ടത്? ഖാല, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തു, ഖൂലു, മറുപടി കൊടുക്കുക അബൂ സുഫിയാൻ, അല്ലാഹു മൗലാനാ ലാ മൗലാ ലക്കും, അല്ലാഹ് ഞങ്ങളുടെ രക്ഷാധികാരിയാണ്, അല്ലാഹുണ്ട് ഞങ്ങളുടെ മൗലയായിട്ട്, വലാ മൗലാ ലക്കും, നിങ്ങൾക്കൊരു രക്ഷാധികാരിയും ഇല്ല. സഹീഹുൽ ബുഖാരിയിൽ 2812 നമ്പർ ഹദീസായിക്കൊണ്ട് അവിടുത്തെ സഹീഹിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. സുഹൃത്തുക്കളെ, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാറുണ്ട്. യുദ്ധം കഴിഞ്ഞ് വിഷമിച്ചു പോകുമ്പോ, വളരെയേറെ പ്രയാസപ്പെട്ടു പോകുമ്പോ, ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് അള്ളിവിളിയുടെ സ്വരത്തിലുണ്ടായ ശബ്ദമുണ്ടായപ്പോ വ്യക്തിപരമായ ചോദ്യങ്ങൾ ചോദിച്ച് സഹാബിമാരെ ഇളക്കിവിടാൻ ശ്രമിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയാണ്, മിണ്ടണ്ട, അതിന് മറുപടി കൊടുക്കണ്ട. ആദർശപരമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു,
അതുവരെ വിലക്കിയ നബിതങ്ങൾ പറഞ്ഞു കൊടുക്ക് മറുപടി, അതിനാ മറുപടി കൊടുക്കേണ്ടത്. ഇത് നമ്മൾ പഠിച്ചു വെക്കണം. വ്യക്തിപരമായ വിമർശനങ്ങളും ആക്ഷേപങ്ങളും അവഗണിക്കുക. വ്യക്തിപരമായി എന്ത് ചീത്തയും പറയട്ടെ, ഏത് നിലക്കൊന്ന് അവഹേളിക്കട്ടെ, ഏത് നിലക്കൊണ്ട് പരിഹസിക്കട്ടെ, അവരുമായിട്ട് കൊണ്ടുപോകട്ടെ. അതേ അവസരത്തിൽ ആദർശത്തെ തൊട്ട് കളിക്കുന്നവരോട്, ആദർശത്തെ വികലമാക്കുന്നവരോട്, ആദർശത്തിൽ മായം കലർത്തുന്നവരോട് മറുപടി കൊടുക്കാതെ അടങ്ങി തിരിഞ്ഞു പോരാൻ പാടില്ല. ഇസ്ലാമിന്റെ തത്വം അതാണ്. എവിടെ പോയി മുഹമ്മദ് എന്ന ചോദ്യത്തിന്, അബൂ ഖുഹാഫയുടെ മോനോടെ എന്ന ചോദ്യത്തിന്, എവിടെ പോയി ഖത്താബിന്റെ മോനെന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കണ്ട എന്ന് പറഞ്ഞ നബിതങ്ങൾ എന്ന് കേട്ടപ്പോ കൊടുക്ക് മറുപടി എന്ന് പറഞ്ഞതില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദർശ രംഗത്താണ് ശക്തമായ പോരാട്ടം നടക്കേണ്ടത്. ഇന്നതല്ല ആദർശം കൊണ്ട് തോൽക്കും എന്ന് വന്നാൽ, ആദർശം സാഫരാണെന്ന് മനസ്സിലായാൽ, ആദർശ രംഗത്ത് തങ്ങളുടെ ഉള്ളുകള്ളികൾ സമൂഹം മനസ്സിലാക്കി എന്ന് തെളിഞ്ഞാൽ, തങ്ങളുടെ ഇരട്ടത്താപ്പും തങ്ങളുടേതായ നിറം മാറ്റവും തങ്ങളുടേതായ വാക്കിന് സ്ഥിരതയില്ലായ്മയും സമൂഹം മനസ്സിലാക്കി തങ്ങളെ അവർ കൈയൊഴിക്കുമെന്ന് കണ്ടാൽ, പിന്നെ പ്രതിയോഗിയുടെ നിരപരമായി വിമർശിച്ച് അയാളെ പരിഹാസത്തേറി വിളിച്ച് അയാളെ സംബന്ധിച്ച് മോശമായി സമൂഹത്തിന്റെ ഇടയിൽ പറഞ്ഞു വരുത്തി ആ നിലക്ക് വൈകാരികത ഇളക്കിവിടാനാണ് പലപ്പോഴും പല ആളുകളും ശ്രമിക്കാറുള്ളത്. അവിടെയൊക്കെ ഇസ്ലാമിക പ്രബോധകന്മാരോട് ഇസ്ലാമിക ഇതിൽ വലിയൊരു പാഠമുണ്ട്. വ്യക്തിപരമായി തെളിഞ്ഞും പറയട്ടെ, പക്ഷെ ആദർശത്തെ തൊട്ട് കളിച്ചാൽ, ആദർശപരമായി പറഞ്ഞാൽ അവിടെ പിന്നെ മറുപടി കൊടുക്കാതിരിക്കാൻ കഴിയൂല. അതിന് മറുപടി കൊടുക്കണം. അത് കേട്ടുപോരാൻ പാടില്ല. അതിന്റെ സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കണം. എന്ന് പറഞ്ഞപ്പോ അല്ലാഹു അഅ്ലാ വഅജൽ എന്ന് മറുപടി കൊടുത്തു. ജനൽ ഉസ്സാ വലാ ഉസ്സാലക്കും എന്ന് പറഞ്ഞപ്പോ അല്ലാഹു മൗലാനാ വലാ മൗലാലക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കാൻ സഹാബത്തിനോട് പറയുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ആ നിലക്കുള്ള ഒരു വെല്ലുവിളിയും സംസാരവുമൊക്കെ അവിടെ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അവിടെ നിന്ന് തിരിഞ്ഞു പോകുമ്പോ അബൂ സുഫിയാൻ ഒരു വാക്ക് പറഞ്ഞു, അടുത്ത കൊല്ലം ബദറിൽ വീണ്ടും കാണാം. അബൂ സുഫിയാൻ നബിതങ്ങളെ വെല്ലുവിളിക്കാൻ, അടുത്ത കൊല്ലം ബദറിൽ ഞങ്ങൾ ഇനിയും വരും, പോരാട്ടത്തിന് ഒരുങ്ങിയിരുന്നു കൊള്ളുക, നിങ്ങളെ ഞങ്ങൾ നശിപ്പിക്കും എന്ന് പറഞ്ഞ അബൂ സുഫിയാൻ വെല്ലുവിളിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. ശരി, നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ് എന്നും പറഞ്ഞ് ആ അബൂ സുഫിയാന്റെ വെല്ലുവിളിയും സ്വീകരിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും മടങ്ങിപ്പോകുന്നതിന്റെ മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ബദറിന്റെ രണാങ്കണത്തിൽ പരതി നോക്കുമ്പോ ധാരാളക്കണക്കിന് സഹാബിമാര് വീണ് കിടക്കുന്നുണ്ട്. 10-20ഓളം ആളുകളുണ്ട്. കൂട്ടത്തിൽ വളരെ ദാരുണമായ നിലക്ക് മൃതദേഹം വളർന്ന ഒരുപാട് സഹാബിമാരുണ്ട്. ആരാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്തത്ര 90ഓളം മുറിവുകൾ പറ്റിയിട്ടുള്ള സഹാബിമാരുണ്ട്. വിരൽ തുഞ്ചം മാത്രം കണ്ടിട്ട് ഒരു സഹോദരൻ തിരിച്ചറിഞ്ഞ ഒരു മയ്യത്തുണ്ട്. അനസ് റളിയല്ലാഹു തആല അൻഹു, അനസ് ഇബ്നു നദർ, അദ്ദേഹത്തിന്റെ സഹോദരി റുബയ്യാണ് പറഞ്ഞത്, ഇതെന്റെ ഇക്കാക്കയാണ്, ഇതെന്റെ സഹോദരനാണ് എന്ന് മുഖമ്മത്രക്കും വികൃതമായിരുന്നു. അതുപോലെ തന്നെ മുസ്തഫ റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു പോലെയുള്ള ഒട്ടേറെ ആളുകൾ അവിടെ കടഞ്ഞു വീണ് മരിച്ചിരിക്കുകയാണ്. മുസ്തഫ റളിയല്ലാഹു അൻഹുവിനെ കഫൻ ചെയ്യുകയാണ്. നമുക്ക് മനസ്സിലാക്കിയതിന്റെ ചരിത്രം നമ്മൾക്കറിയാം. അദ്ദേഹം ആരായിരുന്നു മുസ്തഫ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചരിത്രം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് രാവിലെ ഉടുത്ത വസ്ത്രം അദ്ദേഹം വൈകുന്നേരം ഉടുക്കാറില്ല. മദീനയുടെ ഒരു ഭാഗത്ത് മുസ്തഫ റളിയല്ലാഹു അൻഹു ഇറങ്ങിയാൽ എത്രയോ കാലം അകലെ അദ്ദേഹം ഉപയോഗിച്ച പെർഫ്യൂം അടിച്ചു വീശുമായിരുന്നു. അത്രയും വലിയ സമ്പന്നതയുടെ മടിത്തട്ടിൽ വളർന്ന മഹാനായ മുസ്തഫ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോ എല്ലാം മദീനയിൽ മക്കയിൽ വിട്ട് പോരേണ്ടി വന്നില്ലേ? ആ മുസ്തഫ റളിയല്ലാഹു അൻഹു വഫാത്തായി നോക്കുമ്പോ ഉടുത്ത വസ്ത്രം മാത്രമേ ഉള്ളൂ. കഫൻ ചെയ്യാൻ തികയുന്നില്ല, കഫൻ ചെയ്യാൻ കഴിയൂല. തലമൂടിയാ കാല് മറയൂല, കാലിലേക്ക് വസ്ത്രം നീട്ടി കാല് മറക്കാൻ നോക്കിയാ തല മറയൂല. സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം എന്ത് പറഞ്ഞു? ഉള്ള വസ്ത്രം കൊണ്ട് തലമോടിക്കൊണ്ട് കഫൻ ചെയ്യാനും അവസാനം ബാക്കി വരുന്ന ഭാഗത്ത് മദീനയിൽ ധാരാളമായി കിട്ടുന്ന ഇദ്ഖിർ എന്ന പേരിലുള്ള ഒരു പ്രത്യേകതരം ചെടിയുടെ ഇലകളുണ്ട്. ആ ചെടിയുടെ ഇലകൾ കൊണ്ട്
അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരം പൊതിയാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർഡർ കൊടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, വലിയ സമ്പന്നതയുണ്ടായിരുന്ന യൂസുഫ് റളിയല്ലാഹു അൻഹു അള്ളാഹ്ക്ക് വേണ്ടി എല്ലാം ഒഴിവാക്കിയവരാണ്. നമ്മൾ എന്ത് ഒഴിവാക്കി? എല്ലാം ഒഴിവാക്കുന്ന അള്ളാഹുവിന്റെ ആദർശത്തിന് വേണ്ടി, ദീനിനു വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെലവഴിച്ചോ, എന്തെങ്കിലും ഒന്ന് സഹായിച്ചോ, എന്തെങ്കിലും ഒരു ത്യാഗം സഹിച്ചോ? ഇസ്ലാമിക പ്രബോധന മാർഗത്തിൽ ഇറങ്ങുമ്പോ ആരെങ്കിലും ഒന്ന് പരിഹസിച്ചാൽ, ആരെങ്കിലും ഒരു കുത്തുവാക്ക് പറഞ്ഞാൽ, ആരെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ട് മുഖം തരപ്പെട്ട് സംസാരിച്ചാൽ, താൻ ഇഷ്ടപ്പെടുന്ന, താൻ സ്നേഹിക്കുന്ന ആളുകൾ തന്നെ കൈവടിഞ്ഞു എന്ന് കണ്ടാൽ അവർക്കൊക്കെ വേണ്ടി ആദർശത്തെ പണയപ്പെടുത്തി അവരുടെ വൃത്തിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ ആദർശത്തെ മാറ്റിവെക്കുന്ന സമൂഹം, ആ സമൂഹത്തിൽ മെമ്പർമാരാണ് നമ്മൾ ആലോചിക്കുക. ഹദീങ്ങളെ കുറിച്ച് പറയുമ്പോ, മഹാന്മാരായ സഹാബത്തിനെ കുറിച്ച് പറയുമ്പോ അവർക്ക് ദീനിനു വേണ്ടി സമർപ്പിച്ചു പോയിട്ടുള്ള സേവനങ്ങളെ നമ്മുടേതായ ജീവിതവുമായി നാം തട്ടിച്ചു നോക്കുക. 1000 മൈലുകെത്താൻ യോഗ്യതയില്ലാത്ത നമ്മൾ എന്ത് സഹിച്ചു ദീനിനു വേണ്ടി, എന്ത് സഹിച്ചു അല്ലാന്റെ ഈ ദീനിനു വേണ്ടി? ഹദീങ്ങളും ബദരീങ്ങളും ഒക്കെ പോരാടി ഇവിടെ നിലനിർത്തിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആദർശത്തെ സഹജീവികളിലേക്ക് പകർന്നു കൊടുക്കാൻ, ഇസ്ലാം മനസ്സിലാക്കിയിട്ടില്ലാത്തവരിലേക്ക്, തെറ്റിദ്ധരിച്ചവരിലേക്ക് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളെ പറഞ്ഞ് പരിചയപ്പെടുത്താൻ, എത്തിക്കാൻ, അതിന്റെ പ്രചാരകരാവാൻ, പ്രബോധകരാകാൻ പ്രിയമുള്ളവരെ അല്പമെങ്കിലും നമ്മളൊക്കെ ത്യാഗം സഹിച്ചിട്ടുണ്ടോ? നമ്മുടെ കാര്യമോർത്തുകൊണ്ട് നമ്മൾ ലക്ഷിക്കുക. അള്ളാഹുവിനോട് നാം തേടുക, അള്ളാഹുവേ, മരണത്തിന്റെ മുമ്പ് നിന്റെ ആദർശത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ആവുന്നത് ചെയ്യാനുള്ള ആഫിയത്തും മനക്കരുത്തും ധൈര്യവും നീ നൽകി അനുഗ്രഹിക്കണേ എന്ന് അള്ളാഹുവിനോട് നിരന്തരമായി നാം തേടേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ ഒരു രംഗമുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഭൗതിക ശരീരം കണ്ടിട്ട്, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഭൗതിക ശരീരം കണ്ടിട്ട് അത് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ കരഞ്ഞുപോയി. ആ കരച്ചിലധികം നീണ്ടു നിന്നില്ല. അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതെ, സഹനം, ക്ഷമ, ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ട് ഇസ്ലാമികമായ വിധിവിലക്കുകളെ ലംഘിക്കുന്ന നിലക്ക് ഒന്നും അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. ആ നിലക്ക് അവിടുന്ന് ഏറെ സഹിച്ച പ്രവാചകനാണ്. അവിടുത്തെ നേതൃത്വത്തിൽ വഹദീങ്ങളെ അവിടെ തന്നെ ഖബറടക്കുകയാണ്. വഹദിൽ ഷഹീദായ ആളുകളെ പലരെയും മദീനയിലേക്കുമൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി കുടുംബങ്ങൾ പലരും മയ്യത്തുകൾ ചുമന്ന് കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി, പാടില്ല, ശുഹദാവ് മരിച്ചതിനടുത്ത് തന്നെ, അഥവാ അവിടെ തന്നെ അവരെ ഖബറടക്കുകയാണ്. 10-70ഓളം ആളുകളുണ്ട് ഒരു ഖബറിൽ തന്നെ. 70ഓളം ഖബറിൽ മരിക്കാൻ കഴിയില്ലല്ലോ. വളരെ ക്ഷീണിതരാണ്, വളരെ പ്രയാസത്തിലാണ്, മുറിവുകൾ പറ്റിയ സഹാബിമാരാണ്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, കുറച്ച് ഖബറുകൾ കുഴിക്കാൻ ഓർഡർ കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേതൃത്വത്തിൽ ഒന്നിലധികം ആളുകളെ, ഒരേ ഖബറിൽ പോയ ആളുകളെ ഒരൊറ്റ ഖബറിൽ തന്നെ മറമാടുകയാണ്. അങ്ങനെയുള്ള സാഹചര്യം വന്നാൽ ഒരു ഖബറിൽ തന്നെ ധാരാളം ആളുകളെ മറമാടാം എന്ന ഈ ചരിത്രത്തിന്റെ, ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് മുസ്ലിം ലോകത്തുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഒരു നിയമമായിക്കൊണ്ട് പറഞ്ഞത്. അങ്ങനെ ഹദീങ്ങളെ 2-3 ആളുകളെ ഒരൊറ്റ ഖബറിൽ തന്നെ മറമാടുമ്പോൾ ആ ഭൗതിക ശരീരങ്ങൾ ഖബറിലേക്ക് താഴ്ത്തുന്നവരോട്, സഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു, ആരെയാണ് ആദ്യം ഖബറിലേക്ക് വെക്കേണ്ടത്, ആർക്ക് മുൻഗണന കൊടുക്കണം? നബിതങ്ങൾ പറഞ്ഞു, ഏറ്റവും ഖുർആൻ മനഃപ്പാഠമുള്ള ആളുകളെ ആദ്യം ഖബറിൽ വെക്കുക, ഏറ്റവും കൂടുതൽ ഖുർആൻ മനഃപ്പാഠമുള്ള ഹാഫിളുകളെ ആദ്യം ഖബറിൽ വെക്കുക, പിന്നെ അതിനേക്കാൾ കൂടുതൽ വിശദാക്കാനുള്ളതെങ്കിൽ അവരെ വെക്കുക, പിന്നെ അതിൽ കുറഞ്ഞ ആളുകളെ, ഇങ്ങനെ ഏറ്റവും ഹിതമുള്ളവരെ മുമ്പിൽ കുറഞ്ഞവരെ അടുത്തടുത്ത്. ഈ രൂപത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വത്തെ മനസ്സിലാക്കി തരുന്ന നിലക്ക് ഖബറിൽ സ്ഥാനം ആദ്യം ഓരോരുത്തർക്കും എങ്ങനെ നൽകണം എന്ന നിലക്ക് ഖബറിൽ അവരെ വെച്ചു. അവരുടെ രക്തത്തിലായി കൊണ്ട് തന്നെ കുളിപ്പിക്കാതെ, നമസ്കരിക്കാതെ തന്നെ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ഷഹീദ് അലാ ഹൗലായി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഇവർക്കൊക്കെ സാക്ഷിയായിട്ട് ഞാൻ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
കുളിപ്പിക്കാറ് അങ്ങനെ തന്നെ അവരെ ഖബറിൽ വെച്ചു. ഷഹീദിന്റെ രക്തം, ആ രക്തക്കറ മഹ്ശറിലേക്ക് ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു വരുമ്പോ, ഖബറിൽ നിന്ന് ഷഹീദുകൾ എഴുന്നേറ്റ് പോകുമ്പോ ആ രക്തത്തിന്റെ പാടുകളും മുറിപ്പാടുകളുമായി കൊണ്ട് അല്ലാഹുവിന്റെ അടുക്കലേക്ക് അവർ പോകുമ്പോ ആ മുറിപ്പാടുകളിൽ നിന്ന്, രക്തങ്ങളിൽ നിന്ന് കസ്തൂരി അടിച്ചു വീശുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇസ്ലാമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് മടങ്ങുമ്പോ ശത്രുക്കളായ ആളുകളിൽ നിന്ന് പലരും പരിഹസിക്കാൻ തുടങ്ങി. മുനാഫിഖുകൾ പലരും പറയാൻ തുടങ്ങി. മദീനയിലെത്തിയപ്പോഴും ആ പറയൽ അവർ പിന്നെയും മുസ്ലിമീങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞത് കേട്ടിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കൂലായിരുന്നു. കണ്ടോ, മുഹമ്മദിന്റെ കൂടെ കൂടി ഒരുപാട് ആളുകൾക്ക് ജീവൻ പോയി, കൊല്ലപ്പെട്ടില്ലേ, അവർക്ക് പോയില്ലേ, അവരുടെ കുടുംബങ്ങൾക്ക് പോയില്ലേ, അവർക്കെല്ലാം നഷ്ടമായില്ലേ, എന്തേ പലകൊണ്ട് അവർക്ക് കാര്യമുണ്ടായത് എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുഹദാക്കൾക്കുള്ള വമ്പിച്ച പ്രതിഫലത്തെക്കുറിച്ച് സഹാബത്തിനെ അടിക്കടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ ഖുർആനിൽ ആയത്ത് ഇറങ്ങി, ഫലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വധിക്കപ്പെട്ടവരെ കുറിച്ച് നിങ്ങൾ വിചാരിക്കരുത്. അംവാതാ, അവർ മരണപ്പെട്ടു പോയിരിക്കുന്നു എന്ന് വിചാരിക്കണ്ട. അവർ ഭൗതികമായി മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അവരവരുടെ റബ്ബിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ അടുക്കൽ അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. യുർസഖൂന, വെറും ജീവിതമല്ല, അവർക്ക് ആഹാരവും നൽകപ്പെടുന്നുണ്ട്. ഖുർആൻ സൂറത്ത് ആലി ഇംറാനിൽ കൃത്യമായി തന്നെ പഠിപ്പിച്ചു. മാത്രമല്ല ഫരിഹീന, അവർ വളരെ സന്തോഷിച്ച് കഴിഞ്ഞുകൂടുകയാണ്. ശുഹദാക്കൾ വളരെ സന്തോഷത്തിലാണ്. അതേ, അവരുടെ ബർസഖിയായ ലോകത്ത് അവർ സന്തോഷത്തിലാണ്. അള്ളവരുടെ ഔദാര്യത്തിലും അവർക്ക് കൊടുത്തതുകൊണ്ട് അവർക്ക് അള്ളാന്റെ പതിലൊരുപാട് വാരിക്കോരി കിട്ടുകയാണ്. അതേ, സ്വർഗീയ സുഖങ്ങളല്ലേ, അതുകൊണ്ട് അവർ സന്തോഷിക്കുന്നു. വയസ്തബിശിറൂന, അവർ സന്തോഷം കൊള്ളുന്നവരാണ്. ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം, അവരുടെ പിന്നിലായിക്കൊണ്ട് അവരിലേക്ക് ഇപ്പോൾ വന്നു ചേർന്നിട്ടില്ലാത്ത ദുന്യാവിൽ ജീവിച്ചിരിക്കുന്ന ബാക്കിയുള്ള വിശ്വാസികളെ കുറിച്ചും അവർ സന്തോഷത്തിലാണ്. എന്താ കാരണം? അല്ലാഹുവിൻ അലൈഹിം വലാഹും യഹ്സനൂൻ, ഇനിയുള്ള മോമിനീങ്ങളും യുദ്ധം ചെയ്ത് ഷഹീദുകളായിട്ട് ആഖിറത്തിലേക്ക് വന്നാൽ അവർക്കൊക്കെ കിട്ടാൻ പോകുന്ന സൗഭാഗ്യം എത്രയാണ്. ഇവർക്കൊന്നും ഒരു പേടിയും വേണ്ടല്ലോ, ഒരു സങ്കടവും വേണ്ടല്ലോ എന്നതൊക്കെ ഓർത്തുകൊണ്ട് ഇപ്പൊ ഷഹീദുകളായ ശുഹദാക്കൾ അല്ലാഹുവിന്റെ അടുക്കൽ വളരെ സന്തോഷം കൊള്ളുകയാണ്. അവർ സന്തോഷം കൊള്ളുന്നു. അല്ലാഹുവിൽ നിന്നുള്ള നിഅമത്ത് കൊണ്ട് അവർ സന്തോഷം കൊള്ളുകയാണ്. അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടും അവർ സന്തോഷം കൊള്ളുകയാണ്. ഈമാനുള്ളവരുടെ കൂലിയല്ല ഒരിക്കലും പാഴാകുന്നതല്ല കേട്ടോ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ കുടുംബങ്ങൾ അങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. കുടുംബങ്ങൾ നഷ്ടപ്പെട്ട, ബാപ്പ നഷ്ടപ്പെട്ട മക്കൾ, ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യമാർ, അതേ പലരും മുറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട ആളുകൾ, അവരെ നോക്കിക്കൊണ്ട് ശത്രുക്കൾ പലതും പറയുമ്പോ ആനായ നബിതങ്ങൾ അവരങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. സ്വർഗത്തിലതാ ശുഹദാക്കളുടെ ആത്മാക്കൾ, ശുഹദായിന്റെ ആത്മാക്കൾ സ്വർഗത്തിൽ മാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പച്ചവർണ്ണത്തിലുള്ള ഒരു കിളികളുടെ രൂപത്തിൽ, അതേ അല്ലാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായി തൂക്കിയിടപ്പെട്ട ചില പ്രത്യേകമായ വിളക്കുമാടങ്ങളിൽ, തൂക്കുവിളക്കുകളിൽ അവരുടെ ആത്മാക്കൾ പാറിക്കളിക്കുന്നു. സന്തോഷത്തോടുകൂടി സ്വർഗത്തിലെവിടെയും അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുഹദായിനെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല, പാപ്പ നഷ്ടപ്പെട്ട മകനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ക്ഷമിക്കണ്ട മോനെ, ക്ഷമിക്കണ്ട. മലക്കുകൾ കൊണ്ടുപോയിക്കൊണ്ട് മലക്കുകൾ ആ ജഡത്തിന്, ആ ഭൗതികമായ ശരീരത്തിനത തണൽ വിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
അവരിൽ വെക്കുന്നതിന്റെ മുമ്പുള്ള പിതാവിന്റെ ശരീരം നോക്കിയിട്ട് വിങ്ങിപ്പൊട്ടിയ മകനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മോനെ ഒട്ടും വിഷമിക്കരുത്, ഒട്ടും ശ്രമിക്കരുത്. ബാപ്പയുടെ ശറഫാക്കപ്പെട്ട ശരീരമിതാ മലായികത്തുകൾ അവരുടെ ചിറകുകൾ കൊണ്ട് തണൽ വിരിച്ചുകൊണ്ടിരിക്കുന്ന നേരമാണ്, അത്യുന്നതമായ പദവിയിലേക്കാണ് ഇപ്പൊ പോയിട്ടുള്ളത് എന്ന് മക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ശുഹദായിന്റെ ജീവിതം, ശുഹദാക്കൾ ജീവിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നത് പലരും തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട്. ശുഹദാക്കൾ ജീവിച്ചിരിക്കുന്നു, അവർ മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോ ഈ ലോകത്ത് അവർക്ക് സ്വാഭാവിക മരണം സംഭവിച്ചിട്ടില്ല എന്നാണോ? ഒരിക്കലുമല്ല. ശുഹദാക്കളും ഈ ലോകത്ത് വെച്ചുള്ള സ്വാഭാവിക മരണം അവർ വരിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് അവരുടെ രക്ഷിതാവിങ്കിൽ അത്യുന്നതമായ പദവിയിൽ അവർ ജീവിച്ചിരിക്കുകയാണ്. അവർക്ക് ഭക്ഷണവും കിട്ടുന്നുണ്ട്. നമുക്ക് പരിചിതമായ ഒരു ഭൗതിക ജീവിതമല്ല, പ്രത്യേക തരത്തിലുള്ള ഒരു ജീവിതമാണ് അവരവിടെ ജീവിക്കുന്നത്. എങ്ങനെയാണ് അവരുടെ ജീവിതം എന്ന് നമുക്കറിയില്ല. അല്ലാണ്ട് അവർ ജീവിച്ചിരിക്കുന്നുണ്ട്, അവർക്ക് റിസ്ക്കും കിട്ടുന്നുണ്ട്, അവർക്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അവരുടെ ആ ജീവിതത്തോട് യോജിച്ച ഒരാഹാര സമ്പ്രദായമായിരിക്കും എന്ന് വിശ്വസിക്കാനല്ലാതെ നിവൃത്തിയില്ല. മാത്രമല്ല അവരെ കുറിച്ച് പറഞ്ഞത്, അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് അവര് വളരെയേറെ സന്തുഷ്ടരായിരിക്കും. വരാനുള്ളവരെ ഓർത്ത് ഇനി അവരിലേക്ക് വന്നു കയറാത്ത, ഇപ്പോൾ വന്നു ചേർന്നിട്ടില്ലാത്ത സമരരംഗത്തുള്ള ആളുകളുടെ കാര്യത്തിലും അവർ വല്ലാത്ത സന്തോഷത്തിലായിരിക്കും എന്നാണ്. ഇതാണ് ശുഹദായിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ സാന്ദർഭികമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ശുഹദായിനെ കുറിച്ച് ഈ ആയത്ത് വ്യാഖ്യാനം ചെയ്തുകൊണ്ട് പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. മഹാന്മാരായ ശുഹദാക്കൾ അവർ മരിച്ചുപോയിട്ടില്ല, അവരിവിടെ തന്നെയുണ്ട്. നമ്മൾ വിളിക്കുന്നിടത്ത് അവർ സഹായത്തിനെത്തും. അതുകൊണ്ട് ബദരീങ്ങളെ, ശുഹദാക്കളെ എന്ന് വിളിച്ചാൽ അവർ ശുഹദാക്കളും ശുഹദാക്കളുമൊക്കെ ഭൂമിയിൽ അവർ ഉദ്ദേശിക്കുന്നിടത്ത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ വെച്ച് അവർ വിളിച്ചാലും ആ വിളി അവർ കേട്ട് അവർ നമ്മുടെ സമീപത്ത് നമ്മെ സഹായിക്കാൻ ഓടിയെത്തും എന്നാണ് സമൂഹത്തോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സുഹൃത്തുക്കളെ, മഹാന്മാരായ ശുഹദായിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണ്? അവർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്നാണോ? ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അടുക്കൽ അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അവരെ റിസ്ഖും നൽകപ്പെടുന്നുണ്ട്. പക്ഷെ അതിന്റെ രൂപം എങ്ങനെ, എന്താണ് അതിന്റെ രീതി എന്ന് നമുക്കറിയില്ല. അവർ വളരെ സന്തോഷത്തിലായിക്കൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ അവർ കഴിയുകയാണ്. നമ്മുടെ വിളി അവർ കേൾക്കുന്നില്ല, നമുക്കവർ ഉത്തരം ചെയ്യില്ല, നാം വിളിച്ചാൽ അവർ സഹായത്തിലെത്തൂല. ഭൂമിയിൽ അവർ ഉദ്ദേശിക്കുന്നിടത്തേക്ക് വരാനും അവർക്ക് കഴിയൂല. കാരണം അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ ഇനി ഇങ്ങോട്ട് മടങ്ങി വരുന്ന പ്രശ്നമില്ല. നിങ്ങൾ നോക്കൂ, മഹാന്മാരായ ശുഹദാക്കൾ അവരാഗ്രഹിക്കുന്ന ആഗ്രഹം പോലും, ദുനിയാവിലേക്കൊന്ന് മടങ്ങി വരണം എന്ന ആഗ്രഹം പോലും നടക്കില്ല എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരു സംഭവം തിരുമതിയിലും ഇബ്നു മാജയിലും ഇബ്നു ഹിബ്ബാനിലുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം നമുക്ക് കാണാം. ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ജാബിർ എന്ന് പറഞ്ഞ ആരാ? അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ജാബിർ, രണ്ടാളും സമരരംഗത്ത് അതേ സമരത്തിന് പോകുന്നയാളാണ്. ജാബിർ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിന് പോയിട്ടില്ലായിരുന്നു. അതിന് കാരണമുണ്ട്, ഞാൻ ശേഷം വിശദീകരിക്കുന്നുണ്ട്. ചുരുക്കി പറയട്ടെ, അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു ആ യുദ്ധത്തിൽ വധിക്കപ്പെടുകയാണ്. ആ സമയത്ത് ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം എന്നെ ഇങ്ങനെ നോക്കി, എന്നെ നോക്കിയിട്ട് ചോദിച്ചു, ജാബിർ മാലി യറാക മുഹത്തമ്മ, എന്താ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്നു? ഇതൊക്കെ കഴിഞ്ഞ് കുറെ കാലത്തിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ എന്നോട് ചോദിച്ചു, എന്താണ് ഇത്ര സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അപ്പോ ജാബിർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ബാപ്പ ഷഹീദായല്ലോ യുദ്ധത്തിൽ. എന്റെ ബാപ്പ ഒരുപാട് കടങ്ങൾ ബാക്കി വെച്ചിട്ടാ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ കുറെ സഹോദരിമാരുണ്ട് എനിക്ക്.
ആ കുടുംബ പ്രാരാബ്ധം ബാക്കിയിട്ടുകൊണ്ടാണ് എന്റെ ബാപ്പ പോയിട്ടുള്ളത്. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖബിറുക, നിന്നോടൊരു കാര്യം പറയട്ടെ ജാബിറേ, ബാപ്പയെ ഓർത്തുകൊണ്ട് വിഷമിക്കണ്ട. അല്ലാഹു നേരിട്ട് ബാപ്പയുമായി സംസാരിച്ചു കഴിഞ്ഞു. എന്താ ചോദിച്ചത്? സൽനി വഅതിക്, ചോദിച്ചോ എന്നോട്, ഞാൻ നിനക്ക് തരാമെന്ന് ബാപ്പയോട് അല്ലാഹു തആല പറഞ്ഞു. ഫഖാല, ബാപ്പ അള്ളാഹിനോട് ചോദിച്ചു, അസ്അലുക, അതേ ഷഹീദായി അള്ളാഹിന്റെ അടുക്കൽ എത്തിയിട്ടുള്ള ബാപ്പ റബ്ബിനോട് ചോദിച്ചു, അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൻ തുറദ്ദ ഇല ദുനിയാ, എന്നെ ഒന്ന് ദുനിയാവിലേക്ക് മടക്കൂ, ഞാൻ ഒന്നും കൂടി ഈ ലോകത്തേക്ക് ഒന്ന് പോട്ടെ. ബാപ്പ അള്ളാന്റെ റസൂൽ പറയാണ്, അബ്ദുൽ റളിയല്ലാഹു അൻഹു അള്ളാഹിനോട് ചോദിച്ചു, എന്നെ ഒന്ന് ദുനിയാവിലേക്ക് മടക്കുമോ? എന്തിനാ? പോയിട്ട് ഒന്നും കൂടി സുഖിച്ച് ജീവിച്ചു പോരാനൊന്നല്ല. രണ്ടാമത് ഞാൻ കൊല്ലപ്പെടണം, ഇനിയും പോകണം, ഇനിയും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ശത്രുവുമായി പോരടിക്കണം, എന്നിട്ട് ഞാൻ കൊല്ലപ്പെടണം, ഞാൻ ഷഹീദാവണം. ഷഹീദുകൾക്കുള്ള കൂലി ആളുകളോട് എനിക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. അത്രത്തോളം അതിന്റെ മഹത്വമുണ്ടെന്ന് അനുഭവിച്ച ഞാൻ അതൊന്നും എനിക്ക് അവരോട് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, ഇന്നഹു സബഖ മിന്നിൽ ഖൗൽ, എന്റെ വാക്ക് മുൻകടന്നിട്ടുണ്ട്, അന്നഹും ഇലൈഹാ ലാ യുർജഊൻ, അന്നഹും ഇലൈഹാ ലാ യുർജഊൻ, അതേ ഈ ദുനിയാവിലേക്ക് അവർ മടക്കപ്പെടുന്നതല്ല. ഷഹീദുകളോട് പോലും അള്ളാന്റെ കൽപ്പനയെന്താണ്? ഇവിടെ ഒരു ഷഹീദിന് ദുനിയാവിലേക്ക് മടക്കപ്പെടൂല, ദുനിയാവിലേക്ക് പോകാൻ അവസരം കിട്ടൂല എന്ന് മനസ്സിലായി. ആർക്ക്? അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്. ഷഹീദായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു മനസ്സിലായപ്പോ ആരോട് അല്ലാഹുവോട് വീണ്ടും ചോദിച്ചു, എന്റെ റബ്ബേ, എന്റെ ബാക്കിയുള്ള ആളുകൾക്ക് ഞാനിതൊന്ന് എത്തിച്ചു കൊടുത്തോട്ടെ, ഞാൻ അവർക്ക് തന്നെ എത്തിച്ചു കൊടുക്കാൻ എന്താ മാർഗം? പുണ്യം, ഷഹീദുകൾക്കുള്ള കൂലി, ഷഹീദായ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലുള്ള മഹത്വം ഒക്കെ അറിയിച്ചു കൊടുക്കാൻ എന്താ വഴി? ഫഅൻസലല്ലാഹു അസ്സ വജൽ, അല്ലാഹു തആല പറഞ്ഞു, ഞാൻ അറിയിക്കും. അങ്ങനെ ഞാൻ ആയത്തിറക്കിയത്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഖൂ ബിഹിം മിൻ ഖൽഫിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതെ, അത് ഞാൻ അവരെ അറിയിച്ചോളാം. ഇതങ്ങൾക്ക് അത് വഹിയായിട്ട് ജിബിരിയിലൂടെ എത്തിച്ചു കൊടുത്തു, ലോകത്തിന്റെ മുമ്പിൽ അത് അറിയിച്ചു കൊടുത്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ പറയുക, എന്തിനായി സംഭവം പറഞ്ഞത്? ശുഹദാക്കളുടെ ഒരാഗ്രഹം, ഒന്നും കൂടി ദുനിയാവിൽ കൊണ്ടുപോയിട്ടൊന്ന് മടങ്ങിപ്പോയിട്ടൊന്ന് യുദ്ധം ചെയ്യട്ടെ, എന്നിട്ട് വീണ്ടും ഷഹീദായി വരട്ടെ എന്ന് പറയുമ്പോ അള്ള കൊടുക്കുന്ന മറുപടിയുണ്ട്, ഇനി അങ്ങോട്ട് ദുനിയാവിലേക്ക് മടക്കപ്പെടൂല എന്നുള്ളതിന്റെ തീരുമാനമാണ്, അത് നിങ്ങൾക്കും ബാധകമാണ്. അങ്ങനെ അല്ലാഹു അങ്ങനെ പറയുമെന്ന് പറഞ്ഞു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകനായ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ സംഭവം തഫ്സീർ ഇബ്നു കസീറിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. ഇത്ര പച്ചയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് ഇപ്പോഴും പറയാണ് സമൂഹത്തോട്, ശുഹദാക്കളുടെ ആത്മാക്കളൊക്കെ ഭൂമിയിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നു. അത് അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയോ ഉദ്ദേശിക്കുന്നവർക്ക്, അവരെ വിളിച്ച് സഹായം തേടുന്നവർക്ക് അവർ സഹായത്തിനെത്തും എന്ന് പറഞ്ഞ് ബദർമാലയിലും ബദർമൗലിലും ബഹദുമൗലിലുമൊക്കെ കുറെ കെട്ടുകഥകൾ വരെ ഈ വിഷയത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. ശത്രുവിന്റേതായ അക്രമത്തിന്റെ സമയത്ത് ബദരീങ്ങളെ വിളിച്ചപ്പോ അച്ഛ കുതിരപ്പുറത്ത് വാളും ഏന്തിക്കൊണ്ട് ബദരീങ്ങളും ബദരീങ്ങളുമൊക്കെ വന്ന് സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കഥകൾ ബദർ മൗലൂദിലും വഹദ് മൗലൂദിലുമൊക്കെ മുഹീദ്ദീൻ മൗലൂദിലുമൊക്കെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, മഹാന്മാരായ ശുഹദാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പാടില്ല. നമ്മൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കില്ല, അവർ നമ്മെ സഹായിക്കില്ല. അവരെ അത്യുന്നതമായ പദവിയിൽ അല്ലാഹുവിന്റെ അടുക്കൽ വമ്പിച്ച സുഖസൗകര്യങ്ങളോടെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നമ്മെ വിളിച്ച് സഹായത്തിന് അവരോട് സഹായം അഭ്യർത്ഥിച്ചാൽ ആ സഹായിക്കാൻ അല്ലാഹു അവർക്ക് അതിന് ഓർഡർ കൊടുക്കുകയോ അല്ലാഹു അവരെ അത് കേൾപ്പിക്കുകയോ ആ രൂപത്തിൽ അവരെ ഏൽപ്പിക്കുകയോ
ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ശുഹദാഇനെ വിലയിടിച്ച് കാണിക്കലല്ല, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലും ശുഹദാഇന് അള്ളാഹു നൽകിയ ആ പ്രത്യേകമായ സ്ഥാനത്ത് അവരെ ഇരുത്തലും അവരെ ആദരിക്കലും അവരെ സ്നേഹിക്കലും അവരെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ അരക്കെട്ടുറപ്പിച്ചിട്ടുള്ള ആദർശത്തെ സഹായിക്കലും മാത്രമാണ് എന്നാണ് ആ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ശരി സുഹൃത്തുക്കളെ, വമ്പിച്ച വിനകൾ ആ അവസരത്തിൽ അഹങ്കാരം കൊണ്ട് വേഗം സ്ഥലം വിട്ട മുശ്രിക്കുകൾ ഒരുപക്ഷേ അല്ലാഹുവിന്റെ റസൂല് മനസ്സിലൊരാശങ്ക, ദൈവങ്ങളുടെ മനസ്സിലൊരു ആശങ്കയുണ്ടായിരുന്നു. അതെന്താ? മുസ്ലിമീങ്ങൾക്ക് വമ്പിച്ച വിനകൾ വരുത്തി വെച്ച് അഹങ്കാരത്തോടെ പെട്ടെന്ന് സ്ഥലം വിട്ട മുശ്രിക്കുകൾ ഒരുപക്ഷെ ഖേദം തോന്നിയിട്ട് വീണ്ടും തിരിച്ചു വന്നേക്കും. വാസ്തവത്തിൽ അവരാ യുദ്ധം ജയിച്ചപ്പോ മുശ്രിക്കുകൾ എന്ത് ചെയ്തിട്ടില്ല? വളരെ ദുർബലരായി അവിടെ കഴിയുന്ന ബാക്കിയുള്ള മുസ്ലിമീങ്ങളെ മുഴുവൻ കൊല്ലാമായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് മദീനയിലേക്ക് ഒരു അറ്റാക്ക് നടത്തി എരച്ച് കയറി മദീനയെ പിടിച്ചെടുക്കാമായിരുന്നു. അവർക്ക് തോന്നിയില്ല. നമ്മുടെ അള്ളാഹുവിന്റെ ഒരു സഹായമായിരുന്നു. അവരെന്താ ചെയ്തത്? എവിടെ മുഹമ്മദൊക്കെ ചോദിച്ച് ഈരവാദം വഹിക്കാൻ തിരിച്ചു പോവുകയായിരുന്നു. അവർക്കിടയിൽ തന്നെ സംസാരം ഉണ്ടായി എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ തിരിച്ചുപോയ ശത്രുക്കൾക്കിടയിൽ സംസാരം ഉണ്ടായി. നമ്മളെന്ത് പണിയാ ചെയ്തത്? യുദ്ധം ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് വീരവാദക്കാർക്ക് പോകുന്നല്ലാതെ അവരുടെ പല നേതാക്കളോട് ബാക്കിയല്ലേ? ആ നേതാക്കന്മാര് മദീനത്ത് പോയാൽ ഇനിയും നമുക്കെതിരെ ആളെ കൂട്ടി വരൂലേ? അതുകൊണ്ട് മദീന അറ്റാക്ക് ചെയ്യണം എന്നവർ തീരുമാനിച്ചു. ഉള്ളിലുള്ളവരുടെ തീരുമാനം ഉണ്ടായി. നബി ആശങ്കിച്ചതുപോലെ സംഭവിക്കാണ്. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? നമ്മൾ മനസ്സിലാക്കട്ടെ ഈ രംഗം. ഒരുപാട് മനുഷ്യരെ വെച്ച് ചോരയുള്ള കൈകാലുകളുമായി തളർന്ന അവസ്ഥരായ സഹാബത്തിനെയും കൊണ്ട് നബിതങ്ങൾ മടങ്ങുമ്പോഴാണ് ഈ ആശങ്ക മനസ്സിൽ തോന്നുന്നത്. പിറ്റേ ദിവസം യുദ്ധം കഴിഞ്ഞ് പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറഞ്ഞു, ശത്രുക്കൾ നമ്മെ പിന്തുടരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഒന്നും കൂടി പോവുകയല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കി. എല്ലാം കഴിഞ്ഞ് പരാജയപ്പെട്ട് മുറിയും വെച്ചിട്ട് പോകുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിലൊരു ആശങ്ക. പോയ ശത്രു അടങ്ങിയിരിക്കൂല, തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങണം. മുസ്ലിം വീര്യം നശിച്ചിട്ടില്ല എന്ന് ശത്രുക്കളെ ബോധപ്പെടുത്തണം, അവരിൽ പേടി ഉണ്ടാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് എന്റെ കൂടെ വരണം. അടുത്ത ഒരു യുദ്ധത്തിനുള്ള പുറപ്പാട്. യുദ്ധത്തിലേക്ക് തിരിച്ച് പിറ്റേന്ന് പോകുന്നേ ഉള്ളൂ. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ ക്ഷണിക്കുന്നത്, വരൂ. ആരാ വിളിക്കുന്നത്? വഹദിൽ പങ്കെടുത്തവരല്ലാത്ത ആരും എന്റെ കൂടെ വരണ്ടാന്ന് പറഞ്ഞു. വഹദിൽ പങ്കെടുത്തവർ മാത്രം വന്നാൽ മതി, പുറത്തുനിന്നുള്ള ആരും വേണ്ട. അങ്ങനെ വഹദിൽ പങ്കെടുത്തവരായ സഹാബികൾ ക്ഷണം സ്വീകരിച്ചു തയ്യാറായി നബിയുടെ കൂടെ വന്നു. പ്രത്യേക അനുമതി നേടിക്കൊണ്ട് ജാബിർ റളിയല്ലാഹു അൻഹു പങ്കെടുത്തു. അതാണ് ഞാൻ ജാബിർ റളിയല്ലാഹു അൻഹു വഹദ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. വഹദ് യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ആരും എന്റെ കൂടെ പോരണ്ടാനാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഓർഡർ. അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ വഹദ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല, എന്നാൽ എന്നെ ഇതിന് കൊണ്ടുപോകണം. ഞാൻ വഹദ് യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്റെ കാരണത്താലല്ല. എന്റെ വാപ്പ അബ്ദുള്ള, എനിക്ക് ഞാൻ ആ ഒരു ആങ്ങളയേ ഉള്ളൂ. എന്റെ 7 പെണ്ണന്മാർ, എന്റെ 7 പെണ്ണന്മാർക്ക് ഞാനൊരാങ്ങള മാത്രമാണുള്ളത്. ആ 7 പെണ്ണന്മാർക്ക് ഞാനും എന്റെ വാപ്പയുമാണ് സഹായത്തിലുണ്ടായിരുന്നത്. വാപ്പ യുദ്ധത്തിന് പോകുമ്പോൾ എന്നോട് പറഞ്ഞതാണ്, മോനെ, ഈ പെണ്ണന്മാരുടെ കാര്യം നോക്കിയിട്ട് നീ വീട്ടിലിരുന്നോ, ഉപ്പ വൈകോളാ യുദ്ധത്തിന് എന്ന് പറഞ്ഞ് എന്റെ വാപ്പ യുദ്ധത്തിലേക്ക് പോയതാണ്. ആ വാപ്പ ഇന്ന് ഷഹീദായിട്ടുണ്ട്. എന്റെ സഹോദരിമാരായ ആ സ്ത്രീകളെ നോക്കുവാനായി ആളില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനി എനിക്ക് ക്ഷമയില്ല, ഞാനും അങ്ങയുടെ കൂടെ പോരുകയാണ്. എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, ഇതിലെനിക്ക് പങ്കെടുക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പ്രത്യേക അനുമതി കൊടുത്ത് അതിൽ പങ്കെടുക്കാത്ത ജാബിർ റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ കൂടെ സഹാബത്തിന്റെ കൂടെ നീങ്ങുകയാണ്. അങ്ങനെ നബിയും സഹാബത്തും മദീനയിൽ നിന്നും മക്കാ റൂട്ടിലേക്കുള്ള വഴിയിൽ 8 മൈൽ ദൂരെ പോയാൽ ഹംറാഉൽ അസദ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തമ്പടിച്ചു. അവിടെ ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊഹിച്ചത് ശരിയായിരുന്നു. എന്താ കാരണം? യുദ്ധത്തിൽ വിജയിച്ചതിനെ തുടർന്ന് മദീനയിൽ കടന്ന അറ്റാക്ക് നടത്താതെ വേഗം മടങ്ങിയതിൽ വഴിമധ്യേ വെച്ച് ശത്രുക്കൾക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു.
നമ്മളൊരു ചാൻസ് നശിപ്പിച്ചു, മദീനക്കാരെ അറ്റാക്ക് ചെയ്യണം. അങ്ങനെ പിന്നോക്കം തിരിച്ചു വരാൻ വേണ്ടി അവർ ഒരുങ്ങിയിരുന്നു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സംഘത്തിന്റെയും ഈ വരവ് അബൂ സുഫിയാൻ അറിയുന്നത്. അപ്പൊ അബൂ സുഫിയാനും പേടിയായി. ഇന്നലെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലാത്ത പലരും ആ സംഘത്തിലേക്ക് ചേർന്നിട്ടുണ്ടാകുമെന്നും മുസ്ലിങ്ങൾക്ക് പുതിയ ശക്തിയും സ്വാധീനവും ഒക്കെ വന്നിട്ടുണ്ടാകുമെന്നും അവർ കരുതി. അതുകൊണ്ട് അവർ വേഗം എന്ത് ചെയ്തു? ഞാൻ റസൂലിനോട് മസ്സാക്ക് ചെയ്യാൻ നിന്നില്ല, വേഗം മക്കയിലേക്ക് അവർ തടിയെടുത്തു. അബൂ സുഫിയാനും അവന്റെ സംഘവും മക്കയിലേക്ക് തടിയെടുത്തു. ഈ ഒരു യാത്രയിൽ അല്ലാഹുവിന്റെ റസൂലിനെ ഇത്ര പ്രയാസമുള്ള നേരത്ത്, പറഞ്ഞ നേരത്ത് പോലും നബിതങ്ങളുടെ കൂടെ കൂടിയ സഹാബിമാരെ ഖുർആൻ പ്രശംസിക്കുന്നത് നോക്കൂ. അല്ലദീന ഇസ്തജാബൂ ലില്ലാഹി വറസൂലി മിൻ ബഅദി മാ അസാബഹുൽ ഖർഹ് ലില്ലദീന അഹ്സനൂ മിൻഹും വത്തഖൗ അജ്റുൻ അലീം. സൂറത്ത് ആൽ ഇംറാൻ 172 ആയത്തിൽ നമുക്ക് കാണാം. അല്ലാഹുവിന്റെ റസൂലിന് ഉത്തരം നൽകിയവർ, അല്ലാഹുവിനും അവന്റെ റസൂലിന്റെയും വിളിക്ക് ഉത്തരം നൽകിയവർ ആരാ? വഹദിൽ ഒരുപാട് പരിക്ക് പറ്റിയിട്ട് മടങ്ങിപ്പോകുന്ന സഹാബിമാരാ. അവർക്ക് മുറിവും പരിക്കുകളുമൊക്കെ ഏറ്റത് പോലും ഇനിയും ഒരു യുദ്ധത്തിൽ എന്ന് പറയുമ്പോ എന്താ നബി നിങ്ങളീ പറയുമ്പോ നിങ്ങൾ കാണുന്നില്ല? എന്താ നബി നിങ്ങളീ പറയുന്നത്? നിങ്ങൾ കാണുന്നില്ലേ നമ്മളെ ഈ ശരീരമൊക്കെ? ഇന്നലെ യുദ്ധം കഴിഞ്ഞത്, ഇനി ഒരു റെസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് ഇനി നിങ്ങൾ പോകാൻ പറയുന്നെന്താ? ചോദിച്ചില്ല. ഒറ്റ സഹാബി മിണ്ടിയില്ല, ഒറ്റ സഹാബി ചോദിച്ചില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പോണം, പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ അവരെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, الذين احسنوا منهم واتقوا اجر عظيم. പരിക്കുകളൊക്കെ വകവെക്കാതെയുള്ള ആ യാത്ര, സഹാബത്ത് ആ ഹംറാവിലേക്ക് വരപ്പെട്ട പുറപ്പാടൊക്കെ നമുക്ക് ചരിത്രത്തിൽ വായിക്കുമ്പോൾ അത്ഭുതം തോന്നും. മുറിവ് പറ്റിയ സഹാബിമാരെ മറ്റേ സഹാബി താങ്ങി കൊണ്ടുപോകുന്നു. നടക്കാൻ വയ്യാനില്ല. അപ്പൊ നടക്കാൻ വയ്യാത്ത സഹാബിയും അല്ലാഹുവിന്റെ റസൂല് ഇനി ഒരു അറ്റാക്കിന് കൂടി നിങ്ങൾ തയ്യാറാകണമെന്ന് പറയുമ്പോ ഒരുങ്ങിപ്പോയതിന്റെ അർത്ഥം കാലിൽ നിറയെ മുറിവായി നടക്കാൻ വയ്യാത്ത സഹാബിമാരെ അല്പരാരോഗ്യമുള്ള ആളുകളുടെ സഹാബിമാരെ താങ്ങിക്കാ പോകണം. എവിടേക്കാ പോകണമെന്ന് മനസ്സിലാക്കണം. റെസ്റ്റ് എടുക്കാനുള്ള കേന്ദ്രത്തിലേക്കല്ല, മറ്റേതെങ്കിലും ആശുപത്രിയിലേക്കല്ല, അടുത്തൊരു പോരാട്ടത്തിന് കൂടി കോപ്പ് കൂട്ടാൻ വേണ്ടി പോരുമെന്ന് പറയുമ്പോ ആ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പരിക്കുകൾ പറ്റിയതുപോലെ വകവെക്കാതെ അല്ലാഹുവിന്റെ റസൂലല്ലേ വിളിക്കുന്നത്, പോയേ പറ്റൂ എന്ന നിലയ്ക്ക് ഇവരങ്ങളുടെ കൂടെ പിന്നെയും യാത്ര പോയ വഹദീങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് ഇന്ന് നമ്മളെ വിളിക്കാൻ റസൂൽ നമ്മുടെ കൂടെ അല്ല. എന്റെ കൂടെ വരൂ, യുദ്ധം ചെയ്യൂ എന്ന് പറയാൻ അല്ലാഹുവിന്റെ റസൂലിന് നമ്മുടെ കൂടെയില്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് ഈ ലോകത്തോട് വഫാത്തായി പോയിട്ടുണ്ടെങ്കിലും അവിടുന്ന് നമ്മയൊക്കെ ഏൽപ്പിച്ച ഒരു ആദർശമുണ്ട്. ആ ആദർശത്തിന്റെ പ്രചാരകരാകാൻ കൂടെ വരൂ എന്ന് ഇസ്ലാം ആവശ്യപ്പെടുന്നുണ്ട്. ഒരു പരിക്കും പറ്റാതെ സുഖകരമായ ജീവിതത്തിൽ ജീവിക്കുന്ന നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ആഹ്വാനത്തിന് ചെവി കൊടുക്കാൻ നമ്മളൊന്നുമില്ല. പരിക്കുപറ്റിയ ശഹീദുകൾ അല്ലെങ്കിൽ പരിക്കുപറ്റിയ സഹാബിമാർ ഇന്നലെ തീർന്ന യുദ്ധത്തിന്റെ പ്രയാസത്തിന്റെ നോകളും വേദനകളും അനുഭവിക്കുന്ന നേരത്ത് അല്ലാഹുവിന്റെ റസൂൽ വരൂ എന്ന് പറഞ്ഞാൽ ആ വിളിക്കുത്തരം ചെയ്ത സഹാബിമാരാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഞാൻ പറഞ്ഞത് കേട്ട് ജീവിക്കൂ എന്ന വിവിധങ്ങളുടെ കൽപ്പന അനുസരിക്കാൻ ഒരു ഒരിക്കലും പറ്റിയിട്ടില്ലാതെ സുഖമായ ആശ്വസിച്ച് ജീവിക്കുന്ന നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ അവഹേളിക്കുകയാണ്, പരിഹസിക്കുകയാണ്. വിവിധങ്ങളുടെ ഹദീസുകളെ പുറംകാലുകൊണ്ട് ചവിച്ചു ധരിക്കുകയാണ്. കുപ്പത്തൊട്ടിയിലെ എനിക്കത് യോജിക്കുകയില്ല. നമ്മോടുള്ള നമ്മുടെ സ്നേഹം, സബിന്റെ പ്രവാചകനോടുണ്ടായിരുന്ന സ്നേഹം നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ കുറെ ആളുകൾ പോയില്ലേ സ്വർഗത്തിലേക്ക്, അത്യുന്നതമായ പദവിയിലേക്ക് പോയില്ലേ? മുറിവുകൾ പറ്റിയിട്ടും വേദനകൾ സഹിച്ചുകൊണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മുഴുവൻ അവർ കേട്ടു. മാത്രമല്ല വേറൊരു സംഭവം കൂടി ഉണ്ടായി. പ്രിയമുള്ളവരെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വേറൊരു സംഭവം കൂടി ഉണ്ടായി. അതെന്താ? പിറ്റേന്ന് പറഞ്ഞല്ലോ, അബൂ സുഫിയാൻ എന്ന് പറഞ്ഞിരുന്നു, ഈ അടുത്ത കൊല്ലം ബദറിൽ കാണാൻ പറഞ്ഞിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഏറ്റെടുത്തല്ലോ. പിറ്റേന്ന് ബദറിൽ വരാൻ അബൂ സുഫിയാന് ധൈര്യം വരുന്നില്ല. കാരണം മക്കയിൽ മുഴുവൻ ഭയങ്കര ക്ഷാമമാണ്.
ഭയങ്കര ക്ഷാമമാണ്. അമ്പിച്ചൊരു സൈന്യത്തെയും കൊണ്ട് ബദറിലേക്ക് വരാൻ അബൂ സുഫിയാന് കഴിയുന്നില്ല. പക്ഷെ അവന് അപമാന ഭാരമുണ്ട്. കഴിഞ്ഞ കൊല്ലം വെല്ലുവിളിച്ചതല്ലേ, മുഹമ്മദ് സ്വീകരിച്ചതല്ലേ, ഇനി അവർ വരുമ്പോ നമ്മൾ വല്ലാതിരുന്ന മോശമല്ലേ? അബൂ സുഫിയാൻ അത് വല്ലാത്തൊരു വിഷമായി. ആ യുദ്ധത്തിന് പോകാനുള്ള തയ്യാറെടുപ്പില്ലതാണ്. ആ അവസരത്തിൽ അബൂ സുഫിയാൻ ഒരു തന്ത്രമെടുത്തു. ഒരാളെ വമ്പിച്ച ഇനാമ് കൊടുത്തുകൊണ്ട് മദീനയിലേക്ക് പറഞ്ഞയച്ചു ഒരു പ്രചരണം നടത്താൻ. എന്താ പ്രചരണം? വമ്പിച്ച ഒരു സൈന്യവുമായി കൊണ്ട് ബദറിലേക്ക് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ പട്ടാളം വരുന്നുണ്ട്, മദീന അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട് എന്ന് ഒരു പ്രചരണം ഊഹം പ്രചരിപ്പിച്ചു. എന്താ അബൂ സുഫിയാന്റെ ഉള്ളിലിരിപ്പ്? ഇത് കേട്ടാൽ അല്ലാഹുവിന്റെ റസൂൽ പേടിക്കും, സഹാബത്ത് പേടിക്കും, പിന്നെ അവരിൽ പേര് വരില്ല. അപ്പൊ തനിക്കും യുദ്ധത്തിന് പോയിട്ടില്ലെങ്കിൽ ആളൊന്നുമില്ലാന്നുള്ള പരാതി ഉണ്ടാവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ ശത്രുക്കൾ പ്രവാചകന്റെ മനസ്സിനെ നിർവീര്യമാക്കലായിരുന്നു അബൂ സുഫിയാന്റെ തന്ത്രം. പക്ഷേ ഈ വിളിച്ചു പറയുന്നയാള് മദീനയിൽ വന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? വിളിച്ചു പറയുന്നയാൾ വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ മദീന അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് മക്കയിൽ നിന്ന് വാങ്ങിച്ച പട്ടാളം വരുന്നു, അവരെ പേടിച്ചോളൂ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലേ, മുഅ്മിനീങ്ങൾ അവരുടെ ഈമാൻ കൂടി ശത്രു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെയും വിശ്വാസികളുടെ ഈമാൻ കൂടുകയാണ് ചെയ്തത്. അവർ പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, എല്ലാം വരമേൽപ്പിക്കാൻ അവൻ തന്നെ മതിയായവനാണ്, ഞങ്ങൾക്കല്ല മതി എന്ന് പറഞ്ഞു. ശൈത്താൻ അവന്റെ അനുയായികളെ കൈവിട്ടുകൊണ്ട് അവന്റേതായ മന്ത്രങ്ങളെ ഇതാ പറഞ്ഞേക്കുന്നു എന്ന് പറഞ്ഞ് പേടിപ്പിച്ചപ്പോഴും വിവിധങ്ങളും സഹാബത്തും പതറിയില്ല, അവര് പേടിച്ചില്ല. അവര് പറഞ്ഞു ഒരൊറ്റ മുദ്രാവാക്യമാണ് അവർക്കുള്ളത്, ഇത് നമ്മൾ പാഠമായി മനസ്സിലാക്കണം. ശത്രു ഒരുപാട് കുതന്ത്രങ്ങളെ പ്രചരിപ്പിക്കും, ശത്രു നമ്മുടെ മനസ്സിനെ തളർത്താനുള്ള പലതും പ്രചരിപ്പിക്കും. പിന്നെ അങ്ങനെ ചെയ്യും, നിങ്ങളെ ഇങ്ങനെ ചെയ്യും, നിങ്ങളെ തകർക്കും, നിങ്ങളെ പുറത്താക്കും, നിങ്ങളെ നശിപ്പിക്കും, നിങ്ങളെ എന്തും ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓലപ്പാമ്പുകൾ കാട്ടി പേടിപ്പിക്കുമ്പോ പതറിപ്പോകരുത് സത്യവിശ്വാസി. പറയണം നിറച്ച് ഞങ്ങൾക്കല്ല മതി, അവൻ വിധിച്ചതല്ലാതെ ഒരു കൊലപാതകം കൊണ്ടും ഒന്നും ചെയ്യാനാവില്ല. ഞങ്ങൾക്കല്ല മതി, കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ എത്ര നല്ല വക്കീലാണവൻ എന്ന ഏറ്റവും വലിയ ആദർശത്തിന്റെ കരുത്തറ്റ പ്രഖ്യാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. എന്താ ഉണ്ടായത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക് പാലിച്ചു. 1500 സഹാബിമാരെയും കൊണ്ട് ബദറിലേക്കാണ് നീങ്ങി. 1500 സഹാബിമാരെയും കൊണ്ട് ബദറിലേക്കാണ് നീങ്ങി. അബൂ സുഫിയാനോ വന്നില്ല. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും ഫൻഖലബൂ ബിനിഅമത്തിൻ മിനല്ലാഹ്, അള്ളാന്റെ അടുക്കൽ നിന്നുള്ള നിയമത്തും കൊണ്ട് മടങ്ങി. എനിക്കോ സഹാബത്തിനോ ഒരു ആപത്തും ബാധിച്ചില്ല. അള്ളാന്റെ പ്രവൃത്തി അവരെ പിൻപറ്റി. അള്ളാഹു അംഗിച്ച മഹത്തായ ഔദാര്യം. ബദറിൽ നല്ല കച്ചവടം നടക്കുന്ന സീസണാണ്. എതിരങ്ങൾ 1500 ആളുകളെയും കൊണ്ട് അവിടെ പോയിട്ട് വമ്പിച്ച ബിസിനസ് ചെയ്തു. ശത്രുക്കൾ ആരും വരുന്നില്ല, മത്സരമില്ല, കമ്പോളത്തിൽ ആരും അകത്തുനിന്ന് വരാനില്ല. മുഴുവൻ കച്ചവടങ്ങളും നടത്തിയത് സഹാബത്ത് മാത്രം. വമ്പിച്ച ധനവും ബിസിനസ് ലാഭവുമായിക്കൊണ്ട് അള്ളാന്റെ നിയമത്തും കൊണ്ടാണ് അള്ളാന്റെ റസൂലും സഹാബത്തും മടങ്ങിപ്പോകുന്നത്. ശത്രുവിന്റെ കുപ്രചരണങ്ങൾ കേട്ടപ്പോ പതറിയിട്ട് മാളത്തിൽ ഒളിച്ചിരുന്നുവെങ്കിൽ അള്ളാന്റെ റസൂല് അപമാനിതരാകുമായിരുന്നു. പക്ഷെ ഉണ്ടായില്ല. ശത്രുവിന്റെ കുതന്ത്രങ്ങൾ കേട്ടപ്പോഴും ഈമാൻ വർദ്ധിച്ചു. നിങ്ങളെ തകർക്കാൻ സൈന്യം വരുന്നു എന്ന് കേട്ടപ്പോഴും അള്ളാന്റെ റസൂലോ വിശ്വാസികളോ പതറിയില്ല. അവർ ഉറച്ചിരുന്നുകൊണ്ട് പറഞ്ഞു, ആരും വരട്ടെ, എന്തും വരട്ടെ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, അല്ലാഹു മതി. ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ നിന്നപ്പോ പടച്ച റബ്ബ് അവർക്ക് ഒരുപാട് കഴിഞ്ഞ നിഅമത്തുകളും കൊണ്ടാണ് അവർ തിരിച്ചു പോകുന്നത്. പോരാപത്തും അവർക്ക് ബാധിക്കുകയുണ്ടായില്ല. ഇതൊക്കെ ഉഹദിന്റെ പാഠങ്ങളാണ്, ഉഹദിന്റെ ശേഷമുണ്ടായ ചരിത്രത്തിന്റെ പാഠങ്ങളാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സുഹൃത്തുക്കളെ, ആദർശ രംഗത്ത് അടിപതറാതെ ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഇസ്ലാമിക ദഅവത്തിന്റെ മാർഗത്തിൽ ആവുന്ന സേവനങ്ങൾ ചെയ്യാൻ എളിയവരായ നമ്മളെല്ലാം പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാന്മാരുടെ ജീവിത വഴിത്താരകളെ അനുധാവനം ചെയ്തുകൊണ്ട്
അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സേവനം ചെയ്യാൻ മനസ്ഥിതിയുള്ള നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടിയുള്ള അന്ത്യം അള്ളാഹു നമുക്ക് വിധിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള ആളുകൾക്കെല്ലാം കബറിടം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്ന വസായിറ ബിലാദിൽ മുസ്ലിമീൻ റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد السلام عليكم ورحمة الله وبركاته.